ഇന്ത്യയിലെത്തിയ യമൻ ബാലന CBSE പരീക്ഷയിൽ 97% വിജയം. കൂവള്ളൂർ ഇൻഷാദിയ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയും അറബ് ഇന്ത്യൻ വംശജനും യമൻ പൗരനുമായ ഹാറൂൺ കമാൽ ആണ് ഉന്നത വിജയം നേടി ശ്രദ്ധേയനായത്. യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിലെത്തിയ യമൻ ബാലന് CBSE പരീക്ഷയിൽ 97% വിജയം. ഇന്ത്യൻ വംശജനും യമൻ പൗരനുമായ ഹാറൂൺ കമാലാണ് ഉന്നത വിജയം നേടിയത്. 2015 സൗദി അറേബ്യയും യമൻ വിമതനും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്നാണ് ഹാറൂൺ കമാൽ കുടുംബത്തോടൊപ്പം ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. യമനിൽ സനയിലെ മോഡേൺ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. യുദ്ധം മൂർച്ഛിച്ചതോടെ ഇന്ത്യൻ വിദേശ മന്ത്രാലയം അടിയന്തരമായി ഒഴിപ്പിച്ചതിനെ തുടർന്ന് TC പോലുമില്ലാതെയാണ് രാജ്യം വിട്ടത്. സഹോദരങ്ങൾക്കും പിതാവ് കമാൽ മുഹമ്മദിനും യമൻ വംശനായ മാതാവ് ലൈല നൌഷീറിനുമൊപ്പമായിരുന്നു പിതാവിന്റെ നാട്ടിലെത്തിയത്. എൻ്റെ ഫ്രണ്ട്സ് കമ്മ്യൂണിക്കേഷൻ, മലയാളം കമ്മ്യൂണിക്കേഷൻ ആൻഡ് റൈറ്റിംഗ്, കമ്മ്യൂണിക്കേഷനും എഴുതാനും വായിക്കാനും ഏകദേശം നല്ലൊരു സഹായമായിരുന്നു. ടീച്ചേഴ്സ് അക്കാഡമിക് സൈഡിലും എന്നെ മീൻസ് ഒരു സൂപ്പർവിഷനായിട്ടും എന്നെ പഠിക്കുന്നത് നല്ല രീതിയായിട്ട് നല്ല മെരിക്കായിട്ട് ഞാൻ പഠിത്തം നടത്തിയത്. ടീച്ചേഴ്സ് നല്ല സഹായത്തായിരുന്നു. ഒരു ഫാമിലി, ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. സ്കൂൾ അറ്റ്മോസ്ഫിയർ ഫെൽ ലൈക്ക് എ ഫാമിലി. ഇതൊരു സ്പെഷ്യൽ സ്റ്റോറിയാണ് കേട്ടോ, വേറൊന്നുമല്ല. ഇത് യമൻ സ്വദേശിയായ യമൻ രാജ്യത്തിൻ്റെ പൗരനായ ഹാറൂൺ. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് യമനിൽ യുദ്ധമുണ്ടാവുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് വരികയും കേരളത്തിലെ ഒരു സ്കൂളിൽ പഠിച്ച് മലയാളികളായ കുട്ടികളൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ആ സ്കൂളിലെ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സായ ഒരു വ്യക്തിയാണ് ഹാറൂൺ. നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഹാറൂണിന്റെ വിശേഷങ്ങൾ? أنا بخير الحمد لله كل شيء كان تمام. كل شيء كان تمام. അല്ല, അറബി മാലു നെയ്യേ മലയാളത്തിൽ പറയും. പഠിക്കാൻ നല്ല താല്പര്യം, നല്ല താല്പര്യമായിരുന്നു. കാരണം ഈ പുതിയ ഇൻഫോർമേഷനും നോളജ് കിട്ടാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ഈ മീൻസ് ഒരു ഫസ്റ്റ് ടൈം ഒരു പുതിയ ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ വാവ് അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടും. കാരണം അങ്ങനെയായിരുന്നു ആ സംഭവം അല്ലെങ്കിൽ ആ സാധനം നടത്തിയത്. പുതിയ ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഫീലിംഗ് കിട്ടില്ല. ആ ഫീലിംഗിന് കാരണം ഈ പടത്തിന് ഒരു ഇൻട്രസ്റ്റ് കിട്ടിയത്, ഇൻഫോർമേഷൻ നോളജ് ഗ്യാതറിങ്. എന്താണ് ഇപ്പോഴത്തെ മലയാളി വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ ലോകത്തുള്ള വിദ്യാർത്ഥികളോട് ഹാറൂണിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? ഈ മെസ്സേജ് എൻ്റെ ഫ്രണ്ട്സും എല്ലാ മലയാളി സ്റ്റുഡൻസും ലോകത്തെ എല്ലാ സ്റ്റുഡൻസാണ്. ഐ നോ യുവർ സ്ട്രഗിൾ. കളിക്കാൻ അല്ലെങ്കിൽ മീൻസ് സ്വന്തമായിട്ട് ഐറ്റംസ് ചെയ്യാൻ അതാണ് ആഗ്രഹം, അല്ലെങ്കിൽ മനസ്സിലായി. പക്ഷേ ഈ ഒരു ചിന്തിക്കുമ്പോൾ ഒരു ജസ്റ്റ് ഗിവിങ് ഇറ്റ് എ സെക്കൻഡ് തോട്ട് വെൻ യു തിങ്ക് അത് ആ പഠിക്കണം, ആ എഡ്യൂക്കേഷൻ്റെ കാര്യം തോന്നുമ്പോൾ അത് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് വലിയ ബെനിഫിറ്റ്സാണ്. ഇപ്പോൾ കളിക്കാൻ പിന്നെ പഠിക്കാം, ആ മെൻറ്റാലിറ്റി ആണ് ഇഷ്ടം. പക്ഷേ ലോങ് ടേം എന്ന് പറഞ്ഞാൽ വയസ്സ് മീൻസ് ആസ് ടൈം ഗോസ് ഓൺ അത് ആ മെൻറ്റാലിറ്റി ക്രംബിൾ ആവും. അത് ആ ഫ്യൂച്ചർ ഒരു നഷ്ടമായി പോകും. ഈ ബാലൻസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കിട്ടുമ്പോൾ ഇപ്പോൾ ഒരു അൺസാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ ഫ്യൂച്ചറിൽ നല്ല ഒരു ബെനിഫിറ്റ്, നല്ല ഒരു സന്തോഷമായ ഫ്യൂച്ചർ ജീവിക്കാൻ പറ്റും. My hearty congratulations, Haroon Kamal. You have achieved a great success in the CBSE 10th class exam with A1 in every subject. And I'm really proud of you because you have come from a state of adversities to a completely strange land, completely strange language, and a completely different environment. But you stood your ground. You made your parents proud, and we are all proud of you. Wish you much more success in the days ahead, in the exams to come, and the main exam called life. I wish you great success, great power, energy, determination, discipline, everything that is needed to be a great citizen of the world. You belong to the world. So this is exactly what your parents would wish for. We all wish for that you lead the lands that you are in, or at least your society, to a great level of happiness, harmony, peace, everything good. Lots of love. Wish you great health, great determination and great success. This is Mohanji. Lots of love.
Hello, Haroon. This is Ambassador Joseph Huggins. I just want to congratulate you for receiving a top mark in your CBSE Class 10 exam. I would also like to congratulate your parents, my dear brother, Kamal Muhammad, and your dear mother, Layla Nasha Muhammad, for providing you the support and guidance to excel in your classwork. Former President Nelson Mandela of South Africa once said, "Education is the most powerful weapon you can use to change the world." Young man, I believe that you have the power to change the world. Keep striving. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيد المرسلين ورحمة للعالمين. Greeting of peace, salam, and congratulations to Janab Haroon Kamal Saab, a 17-year-old young boy, son of Janab Kamal Muhammad Sahab and Layla Nashr Muhammad. We congratulate on securing 97% in the 10th class CBSE exams from Kerala. Lots of duas and blessings despite of the challenges of coming back from Yemen to India and now continuing your studies and excelling in the 10th standard. We pray to Allah subhanahu wa ta'ala that you continue to excel and continue to honor the legacy of your family by serving the nation in the highest places around the world. That is our duas from Ajmer Dargah Sharif. Haji Sayyid Salman Chishti, Gaddi Nashin Dargah Ajmer Sharif, Chairman Chishti Foundation. बहुत बहुत दुआएं, मुबारकबाद. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ.
കണക്ട് ചെയ്യും ഇത് മുസ്ലിമേ തന്നെ കണക്ട് യുദ്ധഭൂമിയിൽ നിന്നും പാലായനം ചെയ്ത് സ്വാതന്ത്ര്യത്തിന്റെ സംസാരിക്കുവാൻ നമ്മളോടൊപ്പം ഇടപെടുവാൻ നമ്മളിലൊരാളായി മാറുവാൻ സ്വന്തം വഴി തിരഞ്ഞെടുത്തുകൊണ്ട് വിദ്യാഭ്യാസം അതിന്റെ വലിപ്പം മനസ്സിലാക്കി ആ മകൻ മുന്നോട്ട് പോയപ്പോൾ അവൻ നേടിയ വിജയം ചെറിയ വിജയമായിരുന്നില്ല. ആദരിക്കുന്ന ഈ ചടങ്ങിൽ നമുക്കേവർക്കും പങ്കുചേരാൻ കഴിഞ്ഞത് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വളരെ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി പഠിച്ച് ഉന്നതിയിലെത്താൻ അവന്റെ ഈ CBSE പരീക്ഷയിൽ നേടിയ വിജയം തുടർന്നുള്ള കാലങ്ങളിലും തുടർന്നുള്ള പഠനകാലങ്ങളിലും അവന് നമ്മൾക്കൊപ്പം ചേർത്ത് നിർത്തി നമ്മളിൽ ഒരാളായി കണ്ടുകൊണ്ട് കൂടുതൽ പഠന മികവിലേക്ക് എത്താൻ ഉള്ള ഒരു അവസരം, അതിനുള്ള ആദരിക്കലും അതോടൊപ്പം കൂടെ പഠിച്ച വിദ്യാർത്ഥിനികളെ ആദരിക്കലും ചെയ്യുന്ന ഈ ചടങ്ങിൽ അവന്റെ മാതാപിതാക്കൾ അവനോടും അവന്റെ സഹപാഠികളോടും സുഹൃത്തുക്കളോടും സുഹൃത്ത് ബന്ധുക്കളോടും ഹൃദയ ബന്ധുക്കളോടും ചെയ്യുന്ന ഒരു സ്നേഹാദരവിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷനായി അരുണിന്റെ പിതാവ് ശ്രീ കമാൽ മുഹമ്മദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. My dear ladies and gentlemen, distinguished guests, the respected teachers, the principal, my good friends, Mr. Denny Thomas from Santa Monica Study Abroad, my 25 years friend Robin Tirumala, scriptwriter, director and founder of People. Also seated here is Mr. Rashid Parakal, who has been a friend of mine for a few months, but our attachment has gone beyond imagination. So I have been very happy to meet the people here, taking the invitation granted along with my beloved wife, Mrs. Laila, and two other siblings of Harun, Musa Kamal and Mariam Kamal. Childhood at Montessori and St. He is here. He is also a big artist who has got the entry into the Guinness Book of Records. Also, my friend Mr. Sunil, I welcome once again you all. So, I'm very happy, very glad. All the children who has hold the distinctions, I would like to congratulate all. I would also take the opportunity to extend my congrats to the 92% holder from Shadia. Also to the young lady who has scored 94%. Appreciate to give a big clap. And finally, lately, to my beloved son Harun Kamal, who has scored 97%. It is not the percentage which I am taking for him as granted, but he could not get his TC. So my beloved wife asked me, he will lose 1 year. I told no problem. What is it? We should have patience. So she agreed on that. So we were just touring all over India, showing various places from Delhi, Agra, Jaipur, patients. So then I managed to get the TC, the official letter
from the Ministry of External Affairs, Delhi, who were kind enough to support my son because I was doing very good help for the evacuation in Yemen. And they were kind enough to issue the letter, and we got it in Shobana School, where we took a rented house. Then, after earning little by little, I took a small house to join with the poor people in Alumni. Sheikh Kasmi also told me when I was buying the house, why can't you come to me? It goes and goes and goes. As far as Harun is concerned, me or my wife never interferes in his studies. He was a boy with his own dedication, and I am proud of him. I would appreciate to give a clap. Example to all his classmates and seated here, because you are going to become the world's. What are you doing? But what I do to the people, the poor class, he was with Shadia for 5 years, and I once again give a big salute from the bottom of our heart to the management and the teachers who have. I'm not taking much of time. I would like to remind the words of our great leader, Dr. APJ Abdul Kalam. What he said is, which I remember, you cannot change your future, but you can change your habits. You cannot change your future, but you can change your habits. Through the habits, you can change your future. That's what he said. If you change your habits, you can change your future. So I request all his classmates and Harun to think this way. Thank you. Thank you. What you have achieved is even more remarkable. You know, a lot of people in the world today are going towards displacement. Lost houses, lost places, even about Ukraine now. We are doing some work in Ukraine. Okay. So it's such a person. It is not easy to be calm, quiet, and think. You can actually become a legend in this way. If you really believe in yourself and if you have a really great vision for the world, wars. Wars in the chances. We are expecting a recession next year. You know, there could be a lot of problems coming up. If you can survive in good climate easily. So he has survived in adverse climates, adverse places. He built his own life, but there was hardly any support most of the time, as far as I know. We were not in touch for many years, but when we met, we never felt the lapse of time. So I don't have anything much to tell about it, but thank you, Rohit. And also to Dennis and to all the dignitaries who are sitting there. And thank you, Moti. Moti, you can be proud. Moti, you can be really proud. Moti, Shadia, Sule, Rahman, Principal. Mrs. Kamal, Madam Kamal, Mariam, Musa, Zedi Musa. Yes.
മഹാരാഷ്ട്രയുടെ സുരക്ഷിത മോദിയുടെ സുഹൃത്തുക്കളൊക്കെ മോഹൻജിയാണ് നമ്മളോട് സംസാരിച്ചത്. മോഹൻജിയുടെ വാക്കുകൾക്ക് നന്ദി. വേദിയിലും ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആളെ പിടിച്ച് വിളമ്പുകാരനാക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഞാൻ കമ്മിറ്റിയെ കാണാൻ വന്നതാണ്. ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്ന ആളാണ്. പക്ഷേ എന്നെ പിടിച്ചത് ഉദ്ഘാടകനാക്കിയിരിക്കുന്നു. എന്തായാലും സന്തോഷം. പ്രതീക്ഷിക്കാതെ എത്തുന്ന സന്തോഷങ്ങളാണല്ലോ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ അതിലൊന്നാണ് ഇപ്പോൾ ഇത്. ഞാൻ എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയാണ്. ഞാൻ ഒരു തവണയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരു തവണ മതിയല്ലോ. ചില ബന്ധങ്ങൾ, ചില ബസ് യാത്രയിൽ ചിലപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയും നമ്മളും തമ്മിൽ ഭൂഖണ്ഡങ്ങളുടെ അകലുണ്ടാവും. പക്ഷേ ബസ് ഇറങ്ങാൻ നേരം പരിചയപ്പെടുന്ന ഒരാളാവും ചിലപ്പോൾ പിന്നീട് ഇപ്പോൾ ഇത്രയും നല്ല ഒരു വേദിയിൽ ഇങ്ങനെ വരാനും അതുകൊണ്ട് സ്നേഹത്തോടെ ഇത്തരം ഒരു പരിപാടിക്ക് ഇതാ ഉദ്ഘാടകനായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഉദ്ഘാടകനാക്കി നിർത്തിയോട് 2 വാക്കുകൾ ചെറിയൊരു വിശേഷം മാത്രം പങ്കെടുക്കാം. ഞാൻ ഹാറൂണിനെ പോലെ ഇവിടെ ഇരിക്കുന്ന മറ്റ് കുട്ടികളെ പോലെ ഒന്നും അല്ലായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. നല്ല കുട്ടിയായിരുന്നു. ടീച്ചർ എന്ത് ചോദിച്ചാലും ഉത്തരവൊന്നും പറയില്ല. കാരണം എൻ്റെ അറിവിലാണ് ടീച്ചർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരിക്കുള്ളൂ. അപ്പൊ ടീച്ചർ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്ന ഒരാളോടെ ഉണ്ടാവില്ലേ? നമ്മളൊക്കെ സ്കൂളിലും ക്ലാസ്സിലും ഉണ്ടാവും ഒരു കുട്ടി. ഞങ്ങളുടെ എൻ്റെ ക്ലാസ്സിൽ ജിജി എന്ന് പറഞ്ഞൊരു ആൺകുട്ടിയായിരുന്നു. അങ്ങനെ ഒരു കുട്ടി പറയാൻ ഒരു വഴി ഉണ്ടാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ എന്ത് ചോദിച്ചാലും ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ കൈ നീട്ടി അടി മേടിക്കലാണ് പതിവ്. പക്ഷേ ഒരു ദിവസം ആ ഒരു സുവർണ അവസരം വന്നു. എൻ്റെ ക്ലാസ്സിൽ അബ്ദുൽ ഹക്ക് എന്ന പേരിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടി ഒരാഴ്ചയായിട്ട് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുമില്ല. എനിക്കിപ്പോൾ അവനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലൈല ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ വന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, നമ്മുടെ ഹക്ക് എവിടെയെന്ന് ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഈ മദ്രസയിലൊക്കെ പഠിക്കുന്ന ഒരു ഇതൊക്കെ കടന്നു വന്നതുകൊണ്ട് ഈ ചങ്കിന് ഹൽക്ക് എന്നാണ് പറയാമെന്നൊരു ഒരു ഓർമ്മ ഉണ്ട്. ടീച്ചർ ചോദിച്ചത് ഹൽക്ക് എവിടെയെന്നാണെന്നാണ് എൻ്റെ ഉപബോധ മനസ്സ് പറഞ്ഞത്. ഉടനെ തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞത്, റഷീദെ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന അവസരമാണ്. എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞു. ഇത് ജിജിക്കോ സുരേഷിനോ ബാബുവിനോ ആർക്കും അറിയില്ല, പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു വിറയിലോടെ എഴുന്നേറ്റ് പറഞ്ഞു, ഇവിടെയാണ് ടീച്ചർ. അതോടുകൂടി ടീച്ചർ സാധാരണ എന്താ വേണ്ടത്, റഷീദ് വെരി ഗുഡ് എന്ന് പറയുന്നതിന് പകരം ടീച്ചർ ചോദിക്കുക എവിടെയാണ്. അപ്പൊ എനിക്ക് സംശയമായി, കുറച്ചോനെ പറഞ്ഞു തെറ്റിയോ ഞാൻ പറഞ്ഞത് ഇവിടെ ഇട്ട് വരും പറഞ്ഞ് കുറച്ചുകൂടി താഴ്ത്തി കാണിച്ചു കൊടുത്തു, ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അതോടുകൂടി ടീച്ചറിനാകെ പ്രാന്തായിട്ടുണ്ടാവില്ലേ. ടീച്ചർ വടിയെടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് നോക്കി. അപ്പൊ ഈ കാലുമേന്ന് പറഞ്ഞ പോലെ ടീച്ചർ പരിചയപ്പെട്ടു. എന്തിനാണ് തല്ലിന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ നോക്കിയപ്പോൾ തീവ്രവാദിയെ പോലെ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നത് എന്തൊക്കെ പറ്റി. ഞാൻ ഇരുന്നപ്പോ ഈ ജിജിനോട് ചോദിക്കുക, ഈ എപ്പോഴാ ഹക്കിനും മിനിയും ഹക്കിനും മിനിങ്ങ് എനിക്ക് മനസ്സിലായില്ല. കുറച്ചു കാലത്തിന് ശേഷം ശ്രീബുദ്ധനൊക്കെ ബോധോദയം ഉണ്ടായ പോലെ അല്ലെങ്കിൽ ചെറുതായിട്ട് എനിക്കുണ്ടായൊരു ബോധോദയം. ഞാൻ ഒരു പ്ലാവിന്റെ ചോട്ടിലിരിക്കുമ്പോൾ ഹക്കും ഹൽക്കും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാനപ്പോ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. പഠിച്ചോനെ ഏത് ടീച്ചറാ നല്ലാണ്ടിരിക്കുക. ഇങ്ങനെയല്ലേ പറഞ്ഞ് ക്ലാസ്സിലൊരു കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ ചങ്ങിട്ടുള്ളിൽ എന്ന് പറഞ്ഞാൽ അടികൊള്ളാണ്ടിരിക്കോ. മാതൃഭൂമി എന്നൊരു വാരികയ്ക്ക് അങ്ങ് അയച്ചു കൊടുത്തു. ഒരു 3-4 ആഴ്ച നമ്മൾ കണ്ടപ്പോൾ അതിനെ കൊണ്ട് എന്റെ പേര് ആദ്യത്തെ കഥ ഹക്ക് എന്ന് പറഞ്ഞിട്ട് വന്നു പ്രസിദ്ധീകരിച്ചു. ഞാൻ അതും കൈപ്പിടിച്ച് ഓടി ടീച്ചറെ കാണാൻ പോയി. ടീച്ചർ പെൻഷൻ പറ്റി വീട്ടിൽ ടീച്ചറെ ഓർമ്മ ഉണ്ടായിരുന്നു. മറക്കുമോ അപ്പൊ ടീച്ചർ ഇത് കണ്ടാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അതിലുണ്ട് ഹക്ക്. അപ്പൊ ടീച്ചർ എനിക്ക് എന്തെങ്കിലും ഉദ്ദേശം ഇത് വായിച്ചു നോക്ക് ടീച്ചറെ എന്ന് പറഞ്ഞ് വായിച്ച് ടീച്ചറെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോൻ നല്ല എഴുത്തുകാരനാവും കേട്ടാ എന്ന് പറഞ്ഞ് ഒരു അനുഗ്രഹം തോന്നും. ഒരുപക്ഷെ ആ ടീച്ചറുടെ അനുഗ്രഹം ആയിരിക്കും എൻ്റെ കുട്ടികളെ കുറിച്ച് നിർത്താനുള്ള ഭാഗ്യമില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുറച്ചു പേർക്ക് ഇല്ലാതാ. പക്ഷെ ഹാറൂണിനെ സംബന്ധിച്ച് ജീവിതത്തിൽ അതിപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് അനുഭവമുള്ള കുട്ടിയാണ് അല്ലേ. ആ കഥകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി വലിയൊരു നോവല് എഴുതിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നുന്നു. അത്രമാത്രം സാധാരണഗതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വൈവിധ്യമുള്ള ഒരു ഏരിയയിൽ നിന്നും വന്നിട്ട് വീണ്ടും
ഉയർത്തെഴുന്നേറ്റ ഒരു കുടുംബമാണിത്. അപ്പം അതുകൊണ്ട് ആ സ്നേഹത്തിൽ അതിന് മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം തോന്നും അല്ലേ? അങ്ങനെ ഇഷ്ടമായിട്ട് ഓടി വന്നതാണ്. അപ്പം എന്തായാലും ഈ ഒരു അവസരത്തിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒറ്റ വാക്ക്, ഒരു മുത്തശ്ശനും ഒരു കുട്ടിയും കൂടി കുന്നു കയറാൻ പോയത്. മുത്തശ്ശനും കുട്ടിയും കൂടി കുന്നു കയറാൻ പോയപ്പോൾ ഈ കുട്ടി ചോദിച്ചു ഇത്ര മുത്തശ്ശനോട്, മുത്തശ്ശൻ അതിന്റെ മുകളിലേക്ക് നിങ്ങൾ എടുത്തു. മുത്തശ്ശൻ പറഞ്ഞത്ര എൻ്റെ മനസ്സ് ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട്, പിന്നെ ഈ ശരീരമല്ലേ അത് പതുക്കെ എത്തിക്കോളും. അപ്പൊ ആഗ്രഹവും ആത്മവിശ്വാസവും സ്ഥിരോത്സാഹത്തോടു കൂടിയ പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് സാധ്യമല്ലാത്തതൊന്നുമില്ല എന്നതാ ഹാറൂൺ നമ്മളെ വലിയൊരു വേദിയിൽ വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനെ ഒരു അവസരം തന്നതിനും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹം. ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ശ്രീ റോബിൻ തിരുമലയാണ്. അതിന് മുൻപായി ഡോക്ടർ സെയ്ദ് മുഹമ്മദ് അലി ഹാസിം, അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ വിശിഷ്ടാതിഥികൾ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ഹാറൂൺ കമാലിൻ്റെ ഫാമിലി, മിസ്റ്റർ കമാൽ, എല്ലാവരും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദികൾ. നമ്മുടെ ഹാറൂൺ വിദേശത്ത് നിന്ന് വന്ന് 5 വർഷത്തോളം ഓളൂർ ഋഷാദി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയായി മിടുക്കനായി പഠിച്ചു വളർന്ന് അവൻ ഈ വർഷത്തെ CBSE എക്സാമിനേഷനിൽ 97% മാർക്ക് വാങ്ങി നല്ലൊരു വിജയം, നല്ലൊരു മാതൃകാപരമായ നല്ലൊരു സന്ദേശം കൂട്ടുകാർക്കും സമൂഹത്തിനും സംഭാവന ചെയ്യുന്നതുകൊണ്ട് സന്തോഷമുള്ള കാര്യമാണ്. ഹാറൂൺ കമാലിൻ്റെ സിസ്റ്റർ പിന്നെ മറിയം കമാൽ, അതുപോലെ ബ്രദർ മൂസ കമാലും ഒക്കെ ഷാദിയ പബ്ലിക് സ്കൂൾ 7ലും 4ത്തിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരെല്ലാം മിടുക്കരാണ്. അവരെയൊക്കെ അതുപോലെ തന്നെ അവരുടെ പേരൻസ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഉമ്മയാണെങ്കിലും ലേലയാണെങ്കിലും കമാൽ സാഹിബ് ആണെങ്കിലും ഒക്കെ ഷാദിയ പബ്ലിക് സ്കൂളിലെ ടീച്ചേഴ്സ് ഒരു ടീം വർക്കായിട്ട് എന്നും 27 വർഷമായി നമ്മുടെ ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ എല്ലാ വർഷവും 100% ഫസ്റ്റ് ക്ലാസ് വിജയവും അതിൽ തന്നെ കുട്ടി ഉണ്ട്. ഈ വർഷം അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം ഡിസിഷൻ വാങ്ങിയ കുട്ടികളാണ്. അങ്ങനെ നല്ലൊരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ഷാദിയ പബ്ലിക് സ്കൂൾ പോകുന്നത്. അതിൽ പിന്നെ എല്ലാവരുടെയും സഹായങ്ങളും എല്ലാവരുടെയും സഹകരണങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട സ്കൂളിൽ കൂടെയുണ്ട്, മറ്റേ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഇതിൽ എല്ലാവിധ അനുമോദനങ്ങളും നമ്മുടെ ഉദ്ഘാടകൻ റഷീദ് പാറക്കൽ അവിചാരിതമായി കിട്ടിയ അതിഥിയാണെങ്കിലും പറഞ്ഞ മിനിറ്റുകളെ കൊണ്ട് നമ്മളെല്ലാം ഒരുപാട് ചിന്തിപ്പിക്കുകയും പറഞ്ഞ വാക്കുകളെ കൊണ്ട് വലിയ മെസ്സേജുകൾ തന്ന് നമ്മുടെ കുട്ടികളെ നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് കൃത്യമായ പ്രത്യേക കൺഗ്രാജുലേഷൻ പറയുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ ഹാറൂൺ കമാലിനെ ഇനിയും പഠിച്ച് വളർന്ന് ഉയരങ്ങളിലേക്ക് എത്താൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് ഷാദിയ പബ്ലിക് സ്കൂൾ അതിൻ്റെ ഒരുപാട് പുരോഗതിയിലും റെസിഡൻഷ്യൽ സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് ലോകത്ത് നാനാഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്ന് പഠിക്കാനും ഉയരാനും വളരാനും ഒക്കെ പറ്റുന്ന നിലയിൽ അതിൻ്റെ അക്കാഡമിക് എക്സലൻസ് ഒക്കെ ഉയർത്തിക്കൊണ്ട് നല്ല ഒരു സംവിധാനത്തിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഷാദിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മൂല്യാധിഷ്ഠിത വിദ്യ എഡ്യൂക്കേഷൻ, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ മുന്നിൽ വെച്ചുകൊണ്ട് മക്കൾക്ക് അറിവും തിരിച്ചറിവും പഠിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സഹായത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വാഹക ശ്രമകരമായ ജോലിയിലാണ് ഷാദിയുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും എല്ലാ സഹകരണവും ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടും നമ്മുടെ ഹാറൂൺ കമാലിനെ പ്രത്യേകമായി അനുവദിച്ചുകൊണ്ടും ഈ വർഷത്തെ ഡിസിഷൻ വാങ്ങിയ മറ്റ് അവരുടെ കൂടുതൽ ഫസ്റ്റ് ക്ലാസ് പാസ്സായ മുഴുവൻ ഈ വർഷത്തെ ബാച്ചിനെയും പ്രത്യേകമായി അനുമോദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാക്കുകളാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5 വർഷക്കാലമായി ടെലിവിഷൻ മേഖലയിലും ഓൺലൈൻ മാധ്യമത്തിലും പ്രവർത്തിക്കുന്നവരാണ്. കമാലിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ കൂട്ടായ്മയുണ്ട്. ഏകദേശം 26ഓളം രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കൂട്ടായ്മ. അങ്ങനെ തന്നെ പറയാം. കേവലം 5-10 പേരിൽ തുടങ്ങി ഇന്ന് 15,000-ലധികം ആളുകൾ അംഗങ്ങളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഫോറം ക്ലബ്. അതുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് ഞാൻ കമാലിനെ കാണുന്നത്. നമുക്ക് സൗഹൃദങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. യഥാർത്ഥ സൗഹൃദം എന്താണെന്നും യഥാർത്ഥ ബന്ധം എന്താണെന്നും
യഥാർത്ഥ ഇടപെടലുകളും സഹകരണവും എന്താണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സമയമാണ്. ഓരോ നിമിഷവും ഫോണിൽ വിളിച്ച് എങ്ങനെയുണ്ട്, കുറവുണ്ടോ, ഇന്ന മരുന്നുകൾ എടുക്കണം, അതിനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്ന ഇന്നിവിടെ നിൽക്കാൻ, ഇന്നലെ ഇവിടെ എത്തുമ്പോൾ പോലും, ഇന്ന് രാവിലെ വണ്ടിയിലൂടെ എത്തുമ്പോഴും എനിക്ക് ശബ്ദമില്ല. പക്ഷെ ഇത്രയും ഒരു എനർജി കിട്ടിയത് ഞാൻ കാണുന്നത് കൊറിയൻ ക്ലബിലൂടെ കിട്ടിയ നിരവധി സൗഹൃദങ്ങളിൽ ഏറ്റവും നല്ലൊരു സൗഹൃദമാണ് കമാലക്ക. ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ ഒരാളെ, തളർന്നു പോയ ഒരാളെ കൈ പിടിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കമാലക്ക. അദ്ദേഹത്തിന്റെ മകന് കിട്ടിയ ഈ ഒരു കഴിവ്, അവൻ പഠിച്ച് കൊറിയൻ ക്ലബിന്റെ ഒരു ആദരവ് ബഹുമാനപ്പെട്ട ശ്രീ റോബിൻ തിരുമല, ഏറെ പ്രിയപ്പെട്ട റോബിൻജി ഇപ്പോൾ സമ്മാനിക്കുകയാണ്. റോബിൻജിയെ കുറിച്ച് പറയാം, മലയാള സിനിമാ രംഗത്ത് മനത്തെ കൊട്ടാരം തുടങ്ങി ഇന്ന് ഇങ്ങേ അറ്റം വരെ ചെമ്പട എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എന്റെ പ്രണയത്തിൻ താജ്മഹൽ എന്ന ഗാനം എഴുതി മലയാളി മനസ്സുകൾ, മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവരുടെ എല്ലാം മനസ്സിലേക്ക് കോറിയിട്ട വരികൾ എഴുതിയ പ്രിയപ്പെട്ട റോബിൻജിയാണ് കൊറിയൻ ക്ലബിന് തുടക്കം കുറിച്ചത്. കൊറിയൻ ക്ലബിന്റെ ഒരു ആദരവ് കൊടുത്തുകൊണ്ട് റോബിൻജി നമ്മളോട് സംസാരിക്കും. കൊറിയൻ ക്ലബിന്റെ ഒരു ആദരവ് കൊടുക്കുന്നത് അതും പ്രിയപ്പെട്ട സമാജിയുടെ മകൻ ഹാറൂണിന് കൊടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നാം എന്തിനൊരു യുദ്ധം പോയിട്ട് ഒരു ചെറിയ ബോംബ് സ്ഫോടനം കണ്ടിട്ടില്ലാന്നോ നാം പറയുന്നത് പൊതുവായി പറയുകയാണ്. ഒരു പ്ലാസ്റ്റിക് പോലും നാം കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു വലിയ കലാപഭൂമിയിൽ നിന്നും പലായനം ചെയ്ത് വന്നിട്ടുള്ള ഒരു കുടുംബം, അതിന്റെ അവിടുത്തെ റെഫ്യൂജീസിന് വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും അവസാന നിമിഷം വരെ കൂടെ നിന്നിട്ടുള്ള പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെയും ലോകത്തെമ്പാടുമുള്ള ആളുകളെയും അവരവരുടെ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടാനായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള പ്രിയപ്പെട്ട മോട്ടിയുടെ അദ്ദേഹത്തിന്റെ ആ കുടുംബം ഇവിടെ വന്ന് അവരെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വിജയം അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഹാറൂൺ കൈവരിച്ചതെന്ന് നിങ്ങൾ ഇവിടെ ചെയർമാൻ പഠിപ്പിക്കുന്ന യഷാദിയ പബ്ലിക് സ്കൂളിന്റെ ചെയർമാൻ ഡോക്ടർ അദ്ദേഹം സംസാരിച്ചിരുന്നു, അൽക്കാസിനി സംസാരിച്ചു. അതിന്റെ പ്രിൻസിപ്പൽ ശ്രീ മുട്ടേജുണ്ട്, ശ്രീ ഷീഫ് പാലക്കുണ്ട്, ഇവിടെ എഴുത്തുകാരനും സംവിധായകനുമായിട്ടുള്ള ആള്, പ്രിയപ്പെട്ട കൂട്ടുകൂടിയായിട്ടുള്ള സാന്റാ മോണിക്ക അബ്രോഡ് സ്റ്റഡീസിന്റെ ചെയർമാൻ ശ്രീ ഡെനി തോമസ് വട്ടക്കുന്തനുള്ള കുട്ടികൾ, ആ കുട്ടികളുടെ എങ്ങനെയായിരിക്കണം ആ കുട്ടികൾക്ക് ഈ സൊസൈറ്റിക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് ആ സ്കൂൾ നൽകാൻ പോകുന്നത് എന്ന് ചെയർമാൻ നിങ്ങളോട് സംസാരിച്ചു. ആ വാക്കുകളിൽ ഒരു വലിയ സന്ദേശം, ഒരു ഊർജവും ഒരു പ്ലാനുമുണ്ട്. ഒരു ദിവസം ഒരു അധ്യാപിക, ആ അധ്യാപികയുടെ കുട്ടികൾക്ക് ഒരു ചെറിയ ഒരു ഹോംവർക്ക് കൊടുക്കും. അവർക്കല്ല, ക്ലാസ്സിൽ തന്നെ വെച്ച് കൊടുക്കും. അപ്പൊ ആ വർക്കിതായിരുന്നു നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ എന്തെങ്കിലും ഒന്ന്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ സ്ലൈറ്റിൽ വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ എല്ലാ കുട്ടികളും പലതരത്തിലുള്ള മൃഗങ്ങളെയും പല 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 കാര്യങ്ങളും വരച്ചു. അത് ആരുടെ കൈയാണ് എന്ന് നിങ്ങൾക്ക് പറയാമോ എന്ന് ആ ടീച്ചർ കൗതുകം കൊണ്ട് മറ്റു കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് ഈ പയ്യന്റെ അച്ഛൻ ഒരു കർഷകനായതുകൊണ്ട് ഒരുപക്ഷെ ആ കർഷകന്റെ അവന്റെ അച്ഛന്റെ കൈ ആയിരിക്കാം, ഒരുപക്ഷെ അങ്ങനെ പലതും ദൈവത്തിന്റെ കൈ ആയിരിക്കാം. അങ്ങനെ പല അഭിപ്രായങ്ങളും വന്നു. ആ അഭിപ്രായങ്ങളൊക്കെ ടീച്ചർ കേട്ട ശേഷം പറഞ്ഞു, മോനെ സത്യത്തിൽ ഇത് ആരുടെ കൈയാണ്? ടീച്ചറിന് മനസ്സിലായി ഇത് ദൈവത്തിന്റെയോ മറ്റാരുടെയോ കൈയല്ല, മറ്റെന്തോ ആണ്. അപ്പൊ അവൻ പറഞ്ഞു, വളരെ സാധുവായിട്ടില്ല, മിക്കവാറും ദിവസങ്ങളിൽ വളരെ ലേറ്റായിട്ട് വരികയും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ പലപ്പോഴും ടീച്ചർ അവന് ചോറിന്റെ താൻ കഴിക്കാൻ കൊടുക്കുന്ന ചോറോ കറികളോ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ പയ്യനാണ്, മിടുക്കനുമാണ്. അപ്പൊ അവൻ പറഞ്ഞു, എന്നെ നിത്യവനെ ഒന്നോണം എന്നെ ചേർത്ത് പിടിക്കുന്ന, എന്റെ സങ്കടങ്ങളിൽ എന്നെ ചേർത്ത് പിടിക്കുന്ന ആ കൈകളാണ് ഇത്. അപ്പൊ വീണ്ടും കൗതുകമായി, വീണ്ടും ആകാംക്ഷയായി. അപ്പൊ ടീച്ചർ കുറെ കൂടെ ചോദിച്ചു, ഇത് ആരുടെ കൈയാണ്? അങ്ങനെ നിന്ന് ചേർത്ത് പിടിക്കുന്ന കൈ ആരുടെ കൈയാണ്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്നും എന്റെ വീട്ടു ജോലികളെല്ലാം കഴിഞ്ഞ് കഴിക്കാൻ ഭക്ഷണമൊന്നും ഇല്ലെങ്കിലും അവിടെ വീട്ടിൽ അമ്മയെ സഹായിച്ച ശേഷം ഞാൻ 10-12 കിലോമീറ്റർ മലപ്രദേശത്തോട് ഓടിക്കറിച്ച് ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടാമത്തെ പീരീഡ് മിക്കവാറും ആയിട്ടുണ്ടാവും. അങ്ങനെ കടന്നു വരുമ്പോൾ എന്നെ വഴക്കു പറയാതെ എന്നെ സ്നേഹത്തോടെ എന്റെ സങ്കടങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന ടീച്ചറുടെ കൈകളാണ്. ആ ടീച്ചറുടെ കൈകൾ നമ്മളെ
അതേപോലെ നമ്മളൊക്കെ ചേർത്ത് വിളിക്കുന്ന ഒരു അധ്യാപകൻ, ഒരു ടീച്ചർ നമുക്കെല്ലാം ഉണ്ട്. ഒരു വലിയൊരു ഹാൻഡ്, ഒരു സഹായത്തിന്റെ, ഒരു പ്രതീക്ഷയുടെ വലിയൊരു ഹാൻഡുണ്ട്. അങ്ങനെ വലിയ ഒരു കൈയാണ്. അങ്ങനെ ഒരുപാട് പേരുടെ കൈകൾ ചേർന്ന് ഒരു ഗുരു എന്നല്ല പറയാം, പല ഗുരുക്കന്മാർ ചേർന്നാണ് ഒരു ഗുരുവാകുന്നത്. ആകെ തുകയാണ്. അങ്ങനെ പല കൈകൾ, ഇവിടെ ഇരിക്കുന്ന ഈ അധ്യാപകരുടെയൊക്കെ പല കൈകൾ ചേർന്നിട്ടുള്ള ഒരു വലിയ കൈയാണ് ഇർഷാദിയ പബ്ലിക് സ്കൂൾ. ഈ സമൂഹത്തിൽ ഒരു വലിയ കൈയാണ്. ആ കൈകൾക്ക് നാം നമ്മുടെ രണ്ട് കൈ നീട്ടി നാം ഒന്ന് ശബ്ദം ഉണ്ടാകും. എന്താണ് എന്റെ മുഖത്ത് വിഷാദം എന്ന് ചോദിച്ചപ്പോ എന്റെ ഭർത്താവ് മരിച്ചുപോയി. അപ്പൊ എന്റെ ഭർത്താവ് ഇടയ്ക്ക് വെച്ച് മരിച്ചുപോയി. അപ്പോ പൂർണ്ണ ഗർഭിണിയാണ്. അപ്പൊ എല്ലാവരും എന്നെ മോശം ഇത് സംസാരിച്ചുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നു, എന്നെ എല്ലാവരും വിഷമത്തോടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാവുന്ന താരക്കമരം, അത് ഈത്തപ്പഴത്തിന്റെ മരമുണ്ട്, ആ മരത്തിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലാൻ പറഞ്ഞു. ആ മരത്തിലെത്തി അത് പിടിച്ചു കുലുക്കാൻ പറഞ്ഞു. അപ്പോൾ അസാധ്യമാണ്. ആരെ പിടിച്ചാൽ പോലും കുലുക്കാത്ത ഒരു ഈത്തപ്പന എങ്ങനെയാണ് എനിക്ക് കുലുക്കാൻ കഴിയുന്നത്? അപ്പൊ പ്രവാചകനാണ് പറഞ്ഞത്, കുലുക്കാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് പിടിച്ചവർക്ക് വരാൻ പറഞ്ഞു. ഇപ്പോൾ നിനക്ക് എന്ത് തോന്നുന്നു? എനിക്കൊരു നല്ല സുഖം തോന്നുന്നു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? കുഞ്ഞിന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനും അത് ഭക്ഷണമായി അമർന്നു പോകുന്നത്. അപ്പൊ ഒരിടത്ത് തന്നെ നിന്ന് പോകരുത്. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധികൾ മക്കൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്താ പഠിക്കേണ്ടത്, ഇനി എങ്ങനെയാണ് ഉത്തരം, എന്താണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും ജീവിതത്തിൽ. അവിടെയൊക്കെ നിൽക്കുമ്പോൾ ടീച്ചർമാരായാലും എല്ലാവരായാലും ഒരിടത്ത് നിന്ന് പോകരുത്. ചലനമാണ് ഏറ്റവും പ്രധാനം. മുന്നോട്ട് പോവുക എന്നാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട 35 വർഷത്തെ പരിചയമുണ്ട്. കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ വെച്ച് ചലച്ചിത്ര രംഗത്തേക്ക് ഞാൻ കടന്നു വരുന്ന കാലത്ത് കണ്ണൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ്. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം മോഹൻജിയുടെയും അദ്ദേഹം മുഖേനയാണ് എനിക്ക് മോഹൻജിയെ പരിചയപ്പെടാൻ ഇടയായത്. വീണ്ടും ഒരു യാത്രയ്ക്കിടയിൽ വെച്ചിട്ടാണ് കാണുന്നത്, അദ്ദേഹത്തിന്റെ കടയിൽ വെച്ചിട്ട് കാണുന്നത്. അതൊരു വലിയ സംഗമമായിരുന്നു. പ്രിയപ്പെട്ട ശ്രീ സുനിൽ, അദ്ദേഹം മഡഗാസ്കറിൽ നിന്ന് മോഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. മോട്ടിയുടെ ഈ വിജയം എന്റെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പ്രിയപ്പെട്ട ആൻഡേഴ്സൺ ABC മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ചാനലാണ്, യൂട്യൂബ് ചാനലായിട്ട് ABC മലയാളത്തിലെ റിപ്പോർട്ടറാണ്. നിരവധി വർഷങ്ങളായി അതിൽ പ്രവർത്തിക്കുന്ന കഴിവുറ്റ ഒരു ചെറുപ്പക്കാരാണ്. ഈ ഒരു അവസ്ഥയിൽ പോലും ഇവിടെ വന്നത് ഈ മനുഷ്യന്റെ, ഈ അച്ഛന്റെ സ്നേഹം, ഈ പിതാവിന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ്. ഡോക്ടർ പ്രത്യേക അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. കളിക്കളം നടന്നു. ആ കളിക്കളം രക്ഷിക്കും എല്ലാവർക്കും അതിനുള്ള ഇനിയും ഉണ്ടാവട്ടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കോളേജ് ക്ലബിന്റെ പ്രത്യേക ആദരങ്ങൾ. അധികാലത്ത് ഉണരുക. ഞങ്ങൾ കോഴിക്കാര് സുബൈക്ക് ഉണരുക എന്ന് പറയും. അപ്പം തലയൂന്ന് നമസ്കാരത്തിന്റെ സമയത്താണ് കുട്ടികളൊക്കെ വളരെ നേരത്തെ, അതൊക്കെ ഡോക്ടറോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. നേരത്തെ ഉണരണം, കിടന്ന് ഉറങ്ങരുത്. 4 മണിക്കെങ്കിലും ഉണരണം. ഈ കുട്ടികളെ ഇനി വെറുതെ വിടില്ല എന്നായിരിക്കും എന്റെ ഭാര്യ ചിലപ്പോൾ പറയുന്നത്. മുപ്പത്തിപ്പോ ആ സമയത്താണ് ഉണരുന്നത്. അപ്പൊ എല്ലാവരും ആ സമയത്തിന് അതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് എല്ലാവരും നേരത്തെ ഉണരുക, മുന്നോട്ട് പോവുക, വലിയ വിജയങ്ങൾ ഉണ്ടാക്കുക. ഹാറൂണ് ബിഗ് സലൂട്ട്. താങ്ക് യു സോ മച്ച്. സാന്റാമോണിക്കയുടെ ചെയർമാനായിട്ടുള്ള ഡെനിച്ചായ നിങ്ങളോട് 2 വാക്ക്. പ്രിൻസിപ്പൽ സ്നേഹം പറഞ്ഞ ആത്മസുഹൃത്ത് ശ്രീ റോബിൻജി, ആൻഡേഴ്സൺ, പ്രിയ മാതാപിതാക്കളെ, ടീച്ചേഴ്സ്, അതുപോലെ അഭിജാകാംക്ഷികളായി ഇവിടെ എത്തിയ ഹാരൂണിന്റെ കുടുംബാംഗങ്ങളുടെ ആത്മസുഹൃത്തുക്കളെ, എല്ലാ ആൾക്കാരും എപ്പോൾ സൂചിപ്പിച്ചു, നമ്മളൊക്കെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലൂടെ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്നവരാണ്. പക്ഷെ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു വാക്കിന്റെ അർത്ഥം എത്ര വ്യാപ്തി ഉള്ളതാണ് എന്ന് അത് കമാൽജിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. കാരണം നമ്മൾ ഒരു ദിവസമാണ് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് ഒറ്റ ദിവസങ്ങൾ കൊണ്ട് നമ്മളൊന്നുമല്ല. നമുക്ക് ജീവിതത്തിൽ ഒരു ഐഡന്റിറ്റി ഇല്ല, അതൊരവസ്ഥയിലേക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ഉക്രൈനിൽ കാണുന്നുണ്ട്. ഉക്രൈനിൽ 20 ലക്ഷം ആൾക്കാരാണ് ആ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി ഒന്നുമില്ലാതെ കടന്നുപോയത്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ കുട്ടികൾ തന്നെ, പഠിക്കാൻ പോയ കുട്ടികൾക്ക് പാസ്പോർട്ടോ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാതെയാണ് അവരൊരു ദിവസം കൊണ്ട് ആ രാജ്യത്ത് നിന്ന് പുറത്താകുന്നത്. അങ്ങനെ വലിയൊരു അവസ്ഥയിലൂടെ കടന്നു വന്നിട്ട് ആ അവസ്ഥയിൽ ഒക്കെ അതിജീവിച്ച് ഇങ്ങനെ ഒരു വലിയ ഒരു വിജയത്തിലേക്ക് ഹാറൂൺ കടന്നിട്ടുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാവാം. അത് ഞാനിത് നമ്മുടെ കമാൽ മുഹമ്മദ് എന്ന് പറയുന്ന മോട്ടിജിയെ പരിചയപ്പെട്ടിട്ട് പഴയ കാലത്ത് പരിചയമുണ്ടെങ്കിലും ഈ കോവിഡിന് മുന്നേയാണ് ആ പരിചയം ഒന്ന് പുതുക്കാൻ സാധിച്ചത്.
പക്ഷെ അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കിയത് അദ്ദേഹം നിങ്ങൾ ഈ പറയുന്ന ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ റിയൽ ആയിട്ടുള്ള മനസ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യ സ്നേഹിയാണ്. ഒരു മനുഷ്യ സ്നേഹിയുടെ പര്യായം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് കമാൽജിയാണ്. കാരണം അദ്ദേഹം മറ്റുള്ളവർ ആരുടെ ആയാലും വേദന ഏറ്റെടുക്കാനും എന്ത് കാര്യത്തിനുമായാലും ആത്മാർത്ഥമായി നിലനിൽക്കാനും അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാനൊക്കെ ആഗ്രഹിക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയാണ്. അത് അദ്ദേഹത്തിന്റെ ആ കുടുംബാംഗങ്ങളിലും അത് ദർശിക്കാൻ സാധിച്ചു. ഈ ഹാരൂണിന്റെ വിജയത്തിൽ ഞാൻ കാണുന്നത് കാരണം ഹാർഡ് വർക്കുണ്ട്, എല്ലാ സപ്പോർട്ടും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു വീട് വാങ്ങാൻ പോലും ഇല്ല, വാടക വീട്ടില്ല താമസിച്ചെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം സമ്മാനിച്ചത് എന്ന് ചോദിച്ചാൽ നല്ലൊരു സ്കൂള് കണ്ടുപിടിച്ച് ആ സ്കൂളിൽ ചേർക്കുകയാണ് ഉണ്ടായത്. ആ സ്കൂളിന്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. കാരണം ഒരു വലിയ സ്കൂൾ, വലിയ വീട്ടിൽ താമസിക്കുകയോ വലിയ സൗകര്യങ്ങളിൽ മുഴുകുകയോ ചെയ്യുന്നതല്ല. ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു സ്കൂൾ അദ്ദേഹം അതിന്റെ ആ സ്കൂളിന്റെ ചെയർമാൻ സംസാരിച്ചപ്പോൾ തന്നെ അറിയാം. കാരണം അദ്ദേഹം ഒരുപാട് പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയാണ് സംസാരിച്ചത്. എല്ലാ ആൾക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു നല്ല തലമുറയെ കെട്ടിപ്പടുക്കുന്നതിന്റെ ഒരു വലിയൊരു പാർട്ടാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ആ സ്കൂളിന് എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരണം എല്ലാവരും 1:30 മണി 2 മണിയെങ്ങാണ്ടായി. എല്ലാ ഭക്ഷണത്തിന്റെ തിരക്ക്, ഭക്ഷണം കഴിക്കുന്ന വിശപ്പൊക്കെ വരുന്ന സമയമാണ്. എങ്കിൽ പോലും ഹാരൂണിന്റെ വിജയം ഹാരൂണിന്റെ മാതാപിതാക്കളുടെ കുട്ടികളുടെ മാത്രം വിജയമല്ല, ആ സ്കൂളിന്റെ വിജയമാണ്. അതിനേറെ ഈ നാടിന്റെ വിജയമാണ്. ഇത് ഇന്ന് ഞാൻ ഹാരൂണിനോട് പറയുന്നത് ഇതൊരു വിജയത്തിന്റെ തുടക്കം മാത്രമാണ്. ഇത് നമുക്ക് ഇനി ഒരുപാട് പാതകൾ മുന്നോട്ട് പോകാനുണ്ട്. അത് ഈ കോതമംഗലത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ നമുക്കത് കേരളത്തിന് ഇന്ത്യയുടെയൊക്കെ വിജയമാക്കി മാറ്റി വലിയ ഉത്തംഗ വിജയത്തിൽ എത്തിച്ചേരാൻ ഹാരൂണിനും ഹാരൂണിന്റെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാവട്ടെ 1000 ആശംസകൾ. ഈ ജഗദീഷ് 5 അവാർഡുകൾ ഈ സദസ്സിന്റെ പേരിൽ once again I am giving another award. അതുപോലെ തന്നെ നമ്മുടെ സംഗീത സംവിധായകൻ, ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള റോബിൻ തിരുമൽ, അദ്ദേഹവും നിങ്ങൾക്കെല്ലാം പരിചയം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും we gathered here to congratulate Harun along with the friends. എല്ലാവർക്കും കൂടി ഈ ഒരു വേദി തീർച്ചയായിട്ടും അപൂർവങ്ങളായിട്ടുള്ളത്, അതിലൊക്കെ ഉപരിയായിട്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികൾ, അവരുടെ കൂടെ നമുക്കും ഇതുപോലത്തെ ഒരു വേദി പങ്കിടാൻ സഹായിച്ച് അവസരം കിട്ടിയത്. On behalf of Irshadiya and Irshadiya's teachers and our management, I congratulate Kamal and hope that ഒരിക്കലും ഞങ്ങളൊന്നും ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു ഈ യുദ്ധഭീതിയിൽ നിന്നാണ് കമാലും അവൻ്റെ അനിയനും അനിയനും വന്നിട്ടുള്ളതെന്നൊന്നും ഞങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷനോ ഒരു കുട്ടി പോലും കമാലിനോടോ ഹാരൂണിനോടോ മറ്റുള്ളവരോടോ ഒരു വ്യത്യസ്തത ഉള്ള ഒരു കുട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒന്നുമായിട്ട് ആരും പെരുമാറിയിട്ടില്ലായിരുന്നു. And he become the head boy of the leader of the school itself in the grade 10. എന്തുകൊണ്ടും അവര് ഈ ഒരു പെർസെൻറ്റേജ്, അതും ഈ 2 വർഷത്തെ കോവിഡിന്റെ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു കൃത്യമായിട്ട്. പക്ഷേ ഹാരൂണിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ടീച്ചേഴ്സിന്റെ നിർദ്ദേശങ്ങളും ഫോളോ ചെയ്തിട്ട് ടീച്ചേഴ്സിനെ സഹായിച്ചിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഹാരൂണിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഷാദി എപ്പോഴും ഒരിക്കലും മറ്റുള്ളവർ കൂടി കുട്ടിയെ അല്ലെങ്കിൽ വേർതിരിവ് ഒരിക്കലും കാണിച്ചിട്ടില്ലായിരുന്നു. എന്ത് ടീച്ചേഴ്സൊക്കെ എന്ത് ജോലി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും ഹാരൂണിനോടാണ് പറയാറ് അത് ചെയ്യണം എന്നുള്ളത്. അത്രയും ഈ ഇർഷാദിയ ഹാരൂണിന്റെയും ആൻഡ് അതേഴ്സ് അർത്ഥം ഈ മൂസയൊക്കെ ഈ ആങ്കറിംഗ് നടത്തിയിരുന്നത് KGയുടെ ഗ്രാജുവേഷൻ സെറിമണി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹി ബിക്കേം ദ ആങ്കർ, എല്ലാത്തിനും ചുക്കാൻ പിടിച്ചിരുന്ന അത്രയും ഇർഷാദിയെ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഉയരങ്ങളിലേക്ക് അവർക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിജയം കൈവരിക്കാൻ
അദ്ദേഹത്തിന് സഹായിച്ചിട്ടുള്ള പ്രത്യേകം അതിലുപരിയായിട്ട് ഈ വിജയത്തിന്റെ പിന്നിൽ I would like to congratulate Mrs. Kamal. അമ്മ എന്ന് പറയുന്നത് ഒരു വികാരമാണ്, അതൊരു ഇമോഷനാണ്. ഒരു വാർഭൂമിയിൽ നിന്ന് വന്ന the struggle and the difficulties which she faced to settle from one land to another and to grow up his children. I want to give a surprise gift. അഭിലാഷ് ആട്ടായം ഇപ്പോ സർപ്രൈസ് ഗിഫ്റ്റിന് ശേഷം നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ. ആദ്യമായിട്ട് I want to congratulate from my bottom of the heart to the science teacher. Science teacher. 100% silver coin. In the name of Dr. APJ Kalam. This is എത്ര 100 കൊല്ലം കഴിഞ്ഞാലും this will remain as. ഇതിനേക്കാളും വില അതിനാണ്. Okay. ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലസി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടാവും, അല്ല കേട്ടില്ലേ? ഈ ജലസി ഇറ്റ് ഈസ് ഇൻബോൺ, എല്ലാവർക്കും എത്ര ആളായാലും ജലസി. ഓക്കെ, ഞാനെന്താ പറയാന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുവുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് ആണ് മോഹൻ, ഈസ് മൈ ഗുരു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കളിച്ചിട്ടും പഠിച്ചിട്ടും വളർന്നതാണ്. But he is one of my gurus.
jealousy ഉണ്ടെങ്കിൽ that you should keep it in your mind that it is appreciation in disguise. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റുമെന്ന് കിട്ടുന്നത്. അസൂയ എന്നത് അഭിനന്ദനങ്ങളുടെ പൂമാലയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സർപ്രൈസ് ആക്കിയിട്ട് കൊടുത്തത്. അപ്പൊ ആർക്കെങ്കിലും ജലസി ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഫോർഗെറ്റ്. താങ്ക് യു. മലയാള സിനിമയിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അഭിനേതാവ് നമുക്കൊപ്പം ഉണ്ട്. തൃശ്ശൂർ പൂരം, ചാലക്കുടിക്കാരൻ ചങ്ങാതി തുടങ്ങിയ സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്ത് ഇപ്പോൾ മനാഫ് പാതിനാട് സംവിധാനം ചെയ്ത കോളനി എന്ന സിനിമയിൽ നായക വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഫിഗറോടുകൂടി ഇവിടെ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അഭിലാഷ് വർഷങ്ങളായ എൻ്റെ സുഹൃത്താണ്, കലാകാരനാണ്, നിരവധി ടെലിവിഷൻ ഷോകളിൽ സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെ പ്രശസ്തനാണ്. അഭിലാഷിനെ സ്വാഗതം ചെയ്യാം. എന്നെ പഠിപ്പിച്ച ടീച്ചറൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിമിക്രി കളിച്ച് കൂടിപ്പോയതുകൊണ്ട് ഒരു വർഷം പോയി. അപ്പോൾ ടീച്ചറിൻ്റെ വീണ്ടും പഠിക്കേണ്ട ഒരു അവസരമാണ്. വളരെ സന്തോഷത്തോടെ നമുക്ക് ടീച്ചറിനെ കാണാൻ പറ്റി. ഒരുപാട് ബഹുമാനപ്പെട്ട കുട്ടികളെ കാണാൻ പറ്റി. അതേ പറയപ്പെട്ട സുഹൃത്തുക്കളാണ് അന്വേഷണം. നിരവധി ഷോർട്ട് ഫിലിംസ്, മൂവീസ് എല്ലാം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞ തെരുവോരങ്ങളിൽ നിന്ന് മണിക്കൂറോളം പാടുന്നൊരു കലാകാരനാണ്. 1-2 പാട്ടല്ല, രാവിലെ തുടങ്ങിയാൽ വൈകിട്ട് 8 മണി വരെ നിന്ന് പാടിയിട്ട് അത് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാം. കാരണം നമ്മൾ അങ്ങനെ പാടി ഫ്ലവേഴ്സിൽ 1 കോടി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ സാധിച്ചു. നായികവേഷം ചെയ്ത് വരികയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ഉണ്ടാകുമോ? ഒരുപാട് വേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് പരിപാടികൾ ചെയ്ത ഒരു ഗായകനോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം 16 മാർച്ചിലാണ് പാടുള്ളൂ. അതിനകത്ത് പാടുന്ന അറിയില്ല. നമ്മളൊരു പെർഫോമൻസ് ചെയ്യുന്ന എല്ലാവരെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്ന് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ കൂടുതലായിട്ട് അനുകരിക്കുന്നത് മണിച്ചേരനെ ആണെങ്കിലും മാമുക്കോയക്കനെ അനുകരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു വയനാടൻ കഥ എന്ന സിനിമ കഴിഞ്ഞ ദിവസം ഡബ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി മാമുക്കോയക്കാർക്ക് വേണ്ടി. അത് ചെയ്യാൻ കിട്ടിയെന്നൊരു മാമുക്കോയക്കയുടെ വോയിസ് ഞാൻ ചെയ്യുന്നുണ്ട്. ആ സിനിമയിലേക്ക് എന്നെ ഡയറക്ടർ വിളിച്ച് അദ്ദേഹം സുഖമില്ലാണ്ടിരിക്കുകയാണ് വീട്ടിൽ മാമുക്കോയക്ക. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഞാനിവിടെ നിന്ന് അനുകരിക്കാം. അത് അനുകരിക്കുന്നതിന് മുമ്പായി ഒരു ചെറിയ സംഭവം ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. മണിച്ചേരൻ്റെ ഒരുപാട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ചോട്ടാ മുംബൈ. ആ സിനിമയിലെ നടേശൻ എന്നൊരു ക്യാരക്ടറുണ്ട്. ആ ഒരു കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് മാമുക്കോയിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ പത്രമീ ദുഷ്ടൻ ഞാനാ, പേര് നടേശൻ. നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് മെടഞ്ഞു നിൽക്കുമ്പോൾ നിന്റെ മകനെ ഞാൻ കൊല്ലും. ഇത് 2 കുപ്പിക്കണ്ണിന്റെ പുറത്തേ കൊച്ചിയിലെ ലോക്കൽ കൊണ്ടുള്ള പറഞ്ഞ വാക്കല്ല. കൊല്ലുന്ന് പറഞ്ഞാൽ നടേശൻ കൊന്നിരിക്കുകയോ. ഈ ഒരു സംഭാഷണം നമ്മളെ മാമുക്കോയ ഇക്കായലോട് ഞാനൊന്ന് അവതരിപ്പിക്കുകയാണ്, ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ അധർമ്മീ ദുഷ്യന് നമ്മളാണ്, പേര് കോയ. നിന്റെ മരണം കണ്ട് വായിച്ചേക്കുമ്പോൾ നിന്റെ വാപ്പായ നമ്മൾ കൊല്ലും. ഇത് 2 കുപ്പിക്കല്ലിൽ പഠിച്ച് കോഴിക്കോടുള്ള കുട്ടികൾ പറഞ്ഞ വാക്കല്ല. കൊല്ലുന്ന് പറയാൻ നമ്മൾ കൊന്നിരിക്കും, വേറെ ഒന്നുമില്ല. ഓട്ടോമനെ നടേശ. ഓ അപ്പൊ പൊറത്തപ്പനല്ലേ, അത് ചുടുക്കടാമന്റെ കാലേ. എന്തോ ഇവര് വന്നിരിക്കുന്ന കണ്ടില്ലേ, സത്യാവേ ആരാ വന്നിരിക്കുന്നത് നോക്കി. പൊട്ടപ്പൻ അല്ല, തക്കപ്പൻ. അധികപ്പാവി ചേട്ടപ്പാവി വരുമ്പോ ഒരു പിസലടി തുടങ്ങിയാൽ പിന്നെ അടിയോടടിയായിരിക്കണം. കേട്ടോടാ കൊടക്കപ്പി. അതുപോലെ തന്നെ നമ്മുടെ മിമിക്രി ലോകത്ത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരു കലാകാരനാണ് ജയസൂര്യ. അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞ സാന്നിധ്യമാണ് ജയസൂര്യക്ക്. ഇന്നും ഏതുറക്കത്തിലും അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വോയിസ് അനുകരിക്കും. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ശ്രീ MS തൃപ്പൂണിത്തുറ സാറിനെ. ഇത് പറയാൻ കാരണം നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും ഞങ്ങളെപ്പോലുള്ള മിമിക്രി കലാകാരന്മാരുടെ മുമ്പിൽ അദ്ദേഹം ഇന്നും ഉണ്ട്. അപ്പോൾ MS തൃപ്പൂണിത്തുറ ചേർന്ന വോയിസ് ഞാൻ അവതരിപ്പിക്കുകയാണ്. രാമകുട്ടി, താനെന്താണോ ഈ കുട്ടിയുടെ പുറകെ? അവിടെ ഒന്ന് കഴിഞ്ഞാൽ തനിക്ക് എല്ലാ സമ്പാദനവും ഉണ്ടാവും. അല്ല പിന്നെ രാമ മുക്കാമുലായില്ല. അല്ല പിന്നെ അതുപോലെ നമ്മുടെ
മധുസാറിനെ ഞാനത് അവതരിപ്പിക്കുകയാണ്. മധുസാർ എന്ന് പറഞ്ഞാൽ വലിയ കുട്ടിയായിട്ട് നമ്മുടെ മുമ്പിലൂടെ എത്തിയെങ്കിലും അറിയാം മധുസാറിനെ ചെമ്മീൻ എന്ന സിനിമയിലൂടെ. അത് മാത്രമല്ല ഒരുപാട് ഇന്നും കാലഘട്ടത്തിലും നമുക്ക് വേണ്ടി ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്ന ശ്രീ മധുസാറ്. അതായത് നമ്മുടെ സുരേഷ് ഗോപിച്ചേണ്ട ഒരു ഡയലോഗ്സ് ഉണ്ട്, ഓർമ്മയുണ്ടോ ഈ മുഖം അന്ന് ക്രിയേറ്റ് ചെയ്യണം ചെമ്മീൻ എന്ന സിനിമയിലേക്ക് മധുസാറിനെ ഒന്ന് കൊണ്ടുവരികയാണ്. ഓർമ്മയുണ്ടോ കൃത്യമായി മുഖം? ഓർമ്മ കാണില്ലെന്നറിയാം. ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറിയിറങ്ങിയില്ലേ എൻ്റെ പള്ളിയുടെ. അന്ന് ഞാൻ കടപ്പുറത്ത് കൊച്ചു മലയാളി, അന്ന് നിന്റെ അപ്പം ചെമ്പൻകുഞ്ഞിന് ഒരു ഓട്ട മീൻ കിട്ടിയ സന്തോഷത്തില് നീ കടപ്പുറത്ത് കിടന്ന് ഡാൻസ് കളിച്ചു. അതുകൊണ്ട് ആളുകൾ പറഞ്ഞു നിനക്ക് ഭ്രാന്താണെന്ന്. പക്ഷെ ഞാൻ മാത്രം പറഞ്ഞു എനിക്ക് ഭ്രാന്തല്ല, മുഴുവട്ടാണെന്ന്. ഓർമ്മയുണ്ടോ കൃത്യമായി മുഖം? അതുപോലെ കോമഡി സ്റ്റാർസ് എന്ന പ്രോഗ്രാമിൽ ഒരുപാട് സ്കിറ്റുകൾ, അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഏഷ്യനെറ്റിൽ തന്നെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. വീണ്ടും ഇപ്പൊ 23-ാം തീയതി വീണ്ടും നമ്മള് ഈ ബസ്സിൽ പിടിച്ചിരിക്കുന്ന നമ്മുടെ ആൾക്കാരല്ലേ, ഈ ഭാഷ പോലും അറിയാതിരുന്ന ഭാഷകളൊന്നും പഠിച്ച ഹാറൂൺ ഈ മധുസാറിന്റെ ശബ്ദങ്ങളോടും അവർ സ്വയം ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കി ഉണ്ടായിരിക്കുക. അത് എന്താണെന്ന് സാറേ, അത് നമ്മളെ ഈ ശബ്ദം, അതിപ്പോ നമ്മൾ പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ മിമിക്രി ചെയ്യാനൊരു മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുമ്പോണ്ടായിരിക്കും അവര്. അത് നമ്മുടെ ഒരു പരിപാടിയുണ്ടെന്ന് കാണാം കേട്ടോ. അപ്പം ഒരുപാട് അവസരങ്ങൾ തന്നൊരു കലാകാരനാണ് ശ്രീ ജഗദീഷേട്ടൻ. അദ്ദേഹം അധ്യാപകനായിരുന്നു. അധ്യാപകന ജോലി രാജിവെച്ചാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. മിമിക്സ് പരേഡ് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെത്തി. അപ്പം അദ്ദേഹത്തിൻ്റെ ചെറിയ വോയിസ്. കുട്ടി കാര്യമായിട്ട് പറഞ്ഞാണോ അത് തമാശയായിട്ട് പറഞ്ഞാണോ? ഞാൻ മേൻകുട്ടിയുടെ ഫ്രണ്ട് മേലുട്ടിയ, അല്ലാണ്ട് കള്ളനല്ല. എല്ലാ പ്രേക്ഷകർക്കും കോമഡി സ്റ്റാർസിലേക്ക് സ്വാഗതം. നിങ്ങളെന്താ ഒരു കൈയടിയില്ലാത്ത? എല്ലാവരും കൈയടിച്ചു. പിന്നെ കൊച്ചിൻ കലാപുകളിലൂടെ മലയാള സിനിമയിലെത്തി ഒരുപാട് സിനിമകളിൽ നിറസാന്നിധ്യമായ ശ്രീ പ്രിയപ്പെട്ട ദിലീപേട്ടനെ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന മുമ്പായി അദ്ദേഹം ഒരുപാട് സിനിമകളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. സൗണ്ട് തോമ എന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിനകത്ത് പുള്ളിയുടെ വോയിസ് തന്നെ എങ്ങനെയുണ്ട് കുട്ടിക്കറിയോ, കുട്ടിയുടെ പുറകെ നടന്ന് എന്നെ ജെരുമിന് പകരം തേഞ്ഞു അങ്ങനെയൊക്കെ വോയിസാണ് ചെയ്യുന്നെങ്കിലും ഇദ്ദേഹം ഒരുപാട് കുട്ടികൾക്കെല്ലാം ഇഷ്ടമുള്ള കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിലെ രംഗം ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ദിലീപേട്ടനെ ആ ഒരു വേഷത്തിൽ നിന്ന് അവതരിപ്പിക്കുകയാണ്. കുഞ്ഞിക്കൂനിൽ അദ്ദേഹത്തിന് കാലൊക്കെ ഇങ്ങനെ മടക്കി ഒരു വരവ് കണ്ടിട്ടുണ്ട്. അദ്ദേഹം അടുത്ത് വന്നിട്ട് എല്ലാവരും വിളിക്കുന്ന പേരെ കൊച്ചത്ത, പക്ഷെ ഞാൻ വിമൽകുമാറിന്റെ ആളാണ് ചവിടിക്കടി പുഴ നാശം തൊബട്ട ചെറുക്കൊരു ബസ്സിൽ കൂടുതൽ വെട്ടിട്ട് വീട്ടുകാരെ പറഞ്ഞോ ചിങ്ങമാസോ വന്നു കയറണം. അപ്പൊ ഞാനങ്ങോട്ട് തൃശ്ശൂർ പൂരം എന്ന സിനിമ ചെയ്തു. അതിലൂടെയാണ് ഈ ലുക്കിലേക്ക് മാറിയത്. പിന്നെ ഇപ്പൊ ബിബിൻ ജോർജിന്റെ വെടിക്കെട്ടെന്ന് പറഞ്ഞ മൂവിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണന്റെ കൂട്ടുകാരനായിട്ട്. അപ്പൊ അതെല്ലാം ഒരു കാരണമുണ്ട്. വെടിക്കെട്ട് എന്ന സിനിമയിൽ എനിക്ക് വേഷം കിട്ടാൻ കാരണം ഞാൻ തേവര ജംഗ്ഷനിൽ ഒരു കുട്ടിക്ക് വേണ്ടി പാടിക്കൊണ്ട് വന്നപ്പോൾ തൊട്ടപ്പുറം കാറ് എടുക്കുമായിരുന്നു. അതിൻ്റെ ഉള്ള ബിബിൻ ജോർജിയാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. സൗഹൃദം ഉണ്ടെങ്കിലും അവനാണെന്ന കാര്യം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്നെ സിനിമയിലേക്ക് അവിടെ വിളിക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പുള്ളി എന്നെ പറഞ്ഞു, അത് ഞാൻ കൊച്ചിന് വേണ്ടി പാടിക്കൊണ്ടിരുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യം കിട്ടി. കാരണം വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ, നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലത് കിട്ടും. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, തീർച്ചയായിട്ടും. കാരണം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പാട്ട് പാടുന്നത് പിരിക്കാനായിട്ട് ചെല്ലുമ്പോൾ ചിലവർ അവഗണിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കൊച്ചിന് വേണ്ടി ഞാൻ മൂവാറ്റം പാടിയപ്പോൾ അതിൻ്റെ അച്ഛൻ ജംഗ്ഷനിൽ നിന്നപ്പോൾ നിനക്കൊന്നും വേറെ പണിയിലിടാന്ന് വെച്ചപ്പോൾ എൻ്റെ കൊച്ചാന്ന് പറയും. ഏത് കൊച്ച് നിന്റെ ആണെന്ന് വെച്ചാൽ ഒരാൾ ചൂടായി. തിരിച്ചാ പുള്ളിനെ നമ്മൾ മറച്ചിട്ട് അടിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, നമ്മൾ കേട്ട് നിന്നു പോകണം. കാരണം ചാരിറ്റിയാണ്. നമ്മളിപ്പോൾ അവനെ വന്നിട്ട് ചോദിച്ചു, സ്വന്തം അച്ഛനോട് ചോദിച്ചു, ഇതെന്താണ് സ്വന്തം അച്ഛനോട് ചോദിക്കുക നിന്റെ കൊച്ചാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് പുള്ളി കരഞ്ഞു വേണമെന്ന്. അപ്പോൾ ആ ഒരു സങ്കടം, കാരണം ആ കൊച്ചിന് ക്യാൻസറാണ്. അതിനുവേണ്ടി ഞാൻ നിരന്തരം പാടാൻ പോയി. ഞാൻ 1 കോടിയിലൊക്കെ പറഞ്ഞ കുട്ടീനെ കുറിച്ച്. അപ്പോൾ 35 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്ത വീട്ടിലെ മനാഫക്ക അല്ലെങ്കിൽ ബാബുച്ചേട്ടാ തരാമെന്ന് വെച്ചാൽ തരില്ല. ഇതുപോലെ പോയാലാണ് കിട്ടുള്ളൂ. എല്ലാവരും പറയും ഹോസ്പിറ്റലുണ്ട്, ഫ്രീ ചികിത്സയുണ്ട്, അതുപോലെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം, ഒരു സ്ഥലത്ത് ഒന്നും ഫ്രീ അല്ല. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ പെട്ട് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല കേട്ടോ, അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൊറോണ സമയത്ത് ഞാനൊരു കലാകാരനാണ്. എൻ്റെ അമ്മേനെയും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ 1000 രൂപ പറയും. ഞാൻ പറഞ്ഞൊരു കലാകാരനാണ്, വീട്ടിലൊന്നുമില്ല, കാരണം മിമിക്രി കളിച്ചിട്ട് വേണമെന്ന് അത് ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാനൊരു പയ്യന് വേണ്ടി ആക്സിഡൻ്റ് കേസാണ് ഞാനൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ മുന്നോട്ട് ഈ അവസരത്തിൽ പറഞ്ഞു എന്നുള്ളൂ, വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പം നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഒരുപാട് വീടുകളിൽ പട്ടിണി ഉണ്ടായിരിക്കും. നമ്മൾ ആ വീട്ടിൽ കയറി ചെന്നാലാണ് അവിടുത്തെ അവസ്ഥ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളാരും പോകുന്നില്ല, നമ്മൾ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകും. പണ്ടൊക്കെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊഫസറെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇത് ബസ് ചെയ്യാൻ എന്നാ അറിയാം, പീടി പോയിട്ട് ഇങ്ങനെ പിടിക്കും. ചെയ്യുന്ന കാര്യം അങ്ങനെയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അപകടം പെട്ട് കിടന്നാലും നേരെ അങ്ങ് പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, അവരുടെ പ്രവർത്തികൾ നമ്മൾ നല്ല ചെയ്യാൻ ശ്രമിക്കുക. കാരണം എൻ്റെ അഭിപ്രായം പറഞ്ഞാലും ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അടുത്തേക്ക് കിടക്കാം. അതുപോലെ മണിച്ചേട്ടൻ്റെ ഒരു വോയിസ് ഞാനിവിടെ അവതരിപ്പിക്കുക. കാരണം സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും വാസ്തുലക്ഷ്മി ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കണം, മണിച്ചേട്ടൻ തന്നെ ക്രിയേറ്റ് ചെയ്തേനെ കേട്ടോ. ഈ വോയിസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്ലാപ്പ് മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക് കാരണം അദ്ദേഹം മരിച്ചപ്പോൾ എത്രയോ ലക്ഷം ആൾക്കാരാ വീട്ടിലെത്തി. അപ്പോൾ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞ് നോക്കില്ല, കുറച്ച് പേരൊക്കെ വരും. പക്ഷെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്നും ആ വീട്ടിൽ ഒഴുകിയെത്തുന്ന ജനം മണിച്ചേട്ടനുള്ള ആദരവാണ്. ഇപ്പോൾ കലാഭവൻ മണിച്ചേട്ടൻ്റെ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്ന സിനിമയിലെ ഒരു രംഗം ഞാനിവിടെ അവതരിപ്പിക്കാം. പല വാസന്തി, എന്ത് കിടപ്പടി കൊച്ചേട്ട പോലെ എനിക്ക് കണ്ടില്ലേ, എല്ലാം മീൻ കൊത്തിയെടുത്തെന്ന് തോന്നേ. വിശേട്ടാ, അവളെ മറവ് ചെയ്യുമ്പോഴേ തെക്കേപ്പുറത്ത് മതി. എന്താ കാര്യം എന്നറിയോ, എന്നോട് പിടങ്ങുമ്പോൾ ഓടിപ്പോയി ഇരിക്കുക ഇങ്ങനെ ഒരു കഴുതക്കുട്ടിയെ. പല വാസന്തിയെ, എൻ്റെ കണ്ണുകളും മീൻ കൊത്തിയെടുത്തെന്ന് തോന്നലല്ലോ. ഓലെ അച്ഛനെ കാണണ്ടേ ഇവളെ. ഓലെ വാസന്തിയെ. അല്ല, തോമസ് സാറ് വന്നോ? തോമസ് സാറ് പാവാ. എൻ്റെ വാസന്തിനെ ലക്ഷ്മീനെ പോസ്റ്റ്മോർട്ടത്തിൽ വെട്ടിക്കിരാണ്ട് തന്നിന്. ഞാൻ എന്നാ പറയണമെന്ന് അറിയില്ല. തോമസ് സാറ് പാവാ. എൻ്റെ വാസന്തിനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നേക്ക. ഇട്ടില്ല ഞാൻ. അയാൾ ചത്തോ? ലക്ഷ്മി, എനിക്ക് കണ്ടു വേണ്ട. ഈ നശിച്ച ലോകമാണ് എനിക്ക് കണ്ടു വേണ്ട. ഒരു ചെറിയൊരു പാട്ട് പാടാം, ഓക്കേണോ? കാത്തിരിപ്പോ കൺമണി, കാത്തിരിപ്പോ കൺമണി, ഉറങ്ങാത്ത മനമോടെ നിറമാർന്ന വിനവോടെ മോഹാദ്രമേ മൺതോണിയിൽ കാത്തിരിപ്പോ മോഹമാ, കാത്തിരിപ്പോ മോഹമാ, അടങ്ങാത്ത കടൽ പോലെ ശരത്കാലമുകിൽ പോലെ ഏകാന്തമേ പൂഞ്ചിപ്പിയിൽ കാത്തിരിപ്പോ കൺമണി. മനനൊന്തു പാടി പാഴ്ക്കൂട്ടിലേതോ പകൽ കോകിലം, കാറ്റിൻ വിരൽ തുമ്പു ചാർത്തി അതിൽ നെഞ്ചിലേതോ കുഴൽ ചന്ദനം, ഒരു കൈത്തിരി നാളവുമായി ഒരു സാന്ത്വന ഗീതവുമായി പിന്നിലാ ശലഭമേ പോരുമോ നീ, കാത്തിരിപ്പോ മോഹമാ, കാത്തിരിപ്പോ കൺമണി.